പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിൽ അകപ്പുറം ഇടവകയിൽ ഇട്ടു ആലുക്കൽ കോറെപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസത്തിൽ ജനിച്ച മത്തായി ഇടയനാൽ കോറെപ്പിസ്കോപ്പ അസത്യത്തിലേക്ക് പോയത് എന്തുകൊണ്ട് എന്ന വിഷയത്തെ കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം തന്നെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിനൊരു വീഡിയോ കാണുകയുണ്ടായി. എനിക്കതിന് ഏപ്രിൽ 7-ാം തീയതിയാണ് അദ്ദേഹം വീഡിയോ പ്രസിദ്ധപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അസത്യത്തിൽ ജനിച്ചു, ഇപ്പോൾ സത്യത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തത്. സത്യവിശ്വാസത്തിൽ ജനിച്ച മത്തായി ഇടയനാൽ കോറെപ്പിസ്കോപ്പ എന്തുകൊണ്ട് അസത്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അദ്ദേഹം അസത്യത്തിലേക്ക് പോയല്ലോ. ആ സങ്കടം ഓർത്ത് വളരെ ദുഃഖമുണ്ട്. കഴിഞ്ഞ 19 കൊല്ലമായിട്ട് എനിക്ക് അച്ഛനെ അറിയാം, പക്ഷെ അച്ഛനെ എന്നെ വ്യക്തമായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെ പറ്റി 2-3 പേര് വളരെ വിശദമായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കണില്ല. അവർ പറയാത്ത ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം യാക്കോബായ സഭയിൽ അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ച ആളാണ്. കുറെ കഴിഞ്ഞപ്പോഴാണ്, ശമാശനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മെത്രകക്ഷി സഭയിലേക്ക് മാറി. അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴും പല പരാമർശങ്ങളും അദ്ദേഹം യാക്കോബായ സഭയ്ക്കെതിരായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പത്രോസിനെ സാത്താൻ എന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ട്. ശരിയാണത്. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയില്ല. അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥത്തിൽ പറയുന്നില്ല. മത്തായി 16:16 വായിക്കുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത്. പത്രോസിന് പ്രത്യേക പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. പത്രോസേ, നീ പാറയാകുന്നു. സത്യത്തിൽ പാറ ആരാണ്? യേശു ക്രിസ്തുവാണ്. ആ പാറയിലേക്ക് ചേരുവാനുള്ള ഒരു ഭാഗ്യം പത്രോസിന് അന്നേ കൊടുത്തു തുടങ്ങി. ഈ പാറമേൽ, ഒന്നുകിൽ പത്രോസാകുന്ന പാറമേൽ, അല്ലെങ്കിൽ പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസത്തിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ സഭയുടെ പണി അന്ന് തുടങ്ങിയെന്നാണ് സത്യം. കർത്താവ് മൂലക്കല്ലും ശിഷ്യന്മാര് അടിസ്ഥാന കല്ലുകളുമായി സഭ പണിയാൻ തുടങ്ങി. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത്. വേറെ 11 പേരുണ്ടായിട്ടും അത് വെളിപ്പെടുത്തി അവർക്ക് കൊടുത്തില്ല. ഇപ്പം പത്രോസ് പ്രമാണിയാണ്, അല്ലെങ്കിൽ തലവനാണ്, അല്ലെങ്കിൽ ഒന്നാമനാണ് എന്നുള്ളതിന് പിതാവാൻ ദൈവത്തിൻ്റെ അംഗീകാരമാണ് അവിടെ കിട്ടുന്നത്. അത് അച്ഛൻ ആലോചിച്ചില്ല. പത്രോസിന് ഇതിനു മുമ്പ് ഇതുപോലെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ മറുരൂപ സമയത്ത് മത്തായി 17:1 വായിക്കുമ്പോൾ കാണാം. മറുരൂപ സമയത്ത് മോശെ ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസിനെ വെളിപ്പെടുത്തി കൊടുത്തത് അത് മോശയാണ്, ഏലിയാവാണ്, ഞാൻ 3 കൂടാരം ഉണ്ടാക്കാമെന്ന്. അവിടെയും പിതാവാൻ ദൈവം
പത്രോസിനെ തലവനായിട്ട് അംഗീകരിക്കുകയാണ്, ശിഷ്യന്മാരിൽ തലവനായിട്ട്. പിന്നെ താഴെ പറയുന്നുണ്ട് 16:21 വരുമ്പോഴും സാത്താനെ പറയുന്നുണ്ട്. അത് ശരിയാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല, കഷ്ടപ്പാടുകളിൽ കൂടിയും മരണത്തിൽ കൂടിയും മാത്രമേ ഈ ജനത്തിന് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിൽ കർത്താവ് സംസാരിച്ചപ്പോൾ പത്രോസിനത് മനസ്സിലായില്ല. പത്രോസിന് മാത്രമല്ല, ആർക്കും അത് മനസ്സിലായില്ല. ഞാൻ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങേക്ക് അങ്ങനെ സംഭവിക്കരുതേ, ദുർസാത്താനെ എന്നെ വിട്ടുപോകും. തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം തന്നെ മരിക്കുക എന്നുള്ളതാണ്, ജനത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അതിനെതിരെ പത്രോസ് പറഞ്ഞപ്പോൾ, പത്രോസ് എന്നല്ല ആരും പറഞ്ഞില്ല, പത്രോസ് മാത്രമേ പറഞ്ഞോളൂ, ആരും പറഞ്ഞില്ല. ഇത്രയും നാൾ എന്നോടുകൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ മരണത്തെപ്പറ്റി ഒരു അവബോധം നിങ്ങളിൽ ഇതുവരെ ഉണ്ടായില്ലേ? ആ അർത്ഥത്തിലാണ് സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ കാര്യം ചിന്തിക്കണം. നീ മാനുഷികമായി ചിന്തിക്കുന്ന നല്ലതാണ്. ഞാൻ മരിക്കുന്നത് നിനക്ക് വിഷമമുണ്ടോ? അതെനിക്കറിയാം, നിനക്ക് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ എല്ലാവരെയും ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ നമ്മെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് സാത്താൻ എന്നുള്ള വിളിയുണ്ടായത്. അത് അദ്ദേഹം വിശദമാക്കണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അതാണ് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. തോമാശ്ലീഹ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് തോമായോട് പറയുന്നുണ്ട്. ഇവിടെ അച്ഛൻ പറയുന്നത്, എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ കണ്ടാണ് വിശ്വസിച്ചതെന്നാണ്. തോമ മാത്രമല്ല, എല്ലാവരും കർത്താവിനെ കണ്ടപ്പോഴേ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചുള്ളൂ എന്ന് പറയും. വേദപുസ്തകം പ്രത്യേകം ശരിക്കും വായിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വായിക്കാറുണ്ടെങ്കിൽ ഒരിക്കലും അത് അദ്ദേഹം പറയാൻ സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 20:8 ഞാൻ അതിനു മുമ്പ് ഒരു 5 മുതൽ വായിക്കാം. കേത്താനാശീലുകൾ അവിടെ വയ്ക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അവൻ അകത്തേക്ക് കടന്നില്ല. അവൻ്റെ പിന്നാലെ ശമൂഹൻ വന്ന് കല്ലറയിലേക്ക് അവൻ കടന്നു. കേത്താനകൾ മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി തൻ്റെ തലയിൽ ചുറ്റിക്കെട്ടിയിരുന്ന തൂവാല കേത്താനകളോട് കൂടെ അല്ലാതെ മറ്റൊരു സ്ഥാനത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതായി കണ്ടു. ആദ്യം വന്നവനായ ശിഷ്യനും അപ്പോൾ കല്ലറയിലേക്ക് കടന്നു ചെന്നു. അവൻ കണ്ടു, വിശ്വസിച്ചു. മറിയാമിൻ്റെ സന്ദേശം കേട്ട് പത്രോസ് യോഹന്നാൻ ഓടി കല്ലറയിലേക്ക്. 3-ാം ദിവസം അവിടെ ചെന്നപ്പോൾ കല്ലറയിൽ കല്ല് മാറ്റിയിട്ടുണ്ട്. അത് മാലാഖ മാറ്റിയതാണ്. മറിയാമിന് അതൊക്കെ കാണാൻ പറ്റി. കല്ലറ മാറ്റിയത്, കല്ല് മാറ്റിയതല്ല ഉണ്ട്, കല്ലറയുടെ അകം കാണാൻ പറ്റി. പക്ഷെ അവരകത്തെടുത്തില്ലട്ടോ, അത് ബുദ്ധിപൂർവ്വമാണ്. പത്രോസ് യോഹന്നാൻ ഒരുമിച്ച് ഓടി. യോഹന്നാൻ ആദ്യം ചെന്നു, കാരണം യോഹന്നാന് പ്രായം കുറവാണ്, പത്രോസിന് പ്രായം കൂടുതലാണ്. യോഹന്നാൻ്റെ സ്പീഡിൽ പത്രോസിന് ഓടാൻ പറ്റില്ല. പക്ഷേ യോഹന്നാൻ അവിടെ ചെന്നെങ്കിലും അവൻ അകത്ത് കിടന്നില്ല. പത്രോസ് വരട്ടെ, പ്രമാണി വരട്ടെ, നായകൻ വരട്ടെ, തലവൻ വരട്ടെ, പത്രോസ് ഒന്ന് അകത്ത് കിടന്നു. കേത്താനശീലകൾ കർത്താവിനെ ചുറ്റിയിരുന്ന ആ തുണി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ തലയിൽ ചുറ്റിയിരുന്ന തൂവാല വേറെ ഒരു വശത്ത് ചുരുട്ടിക്കൊട്ടി വെച്ചിരുന്നു. അതിൻ്റെ പിന്നാലെ യോഹന്നാനും കടന്നു. അവൻ ഈ സംഗതികളൊക്കെ കണ്ടു, വിശ്വസിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ വിശ്വസിച്ചു എന്ന്, അല്ലാണ്ട് തുണികളുടെ കണ്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലോ. യോഹന്നാൻ കണ്ടു, വിശ്വസിച്ചു. അതിൻ്റെ അടിയിൽ പിന്നെയും പറയുന്നു, നോക്കാം. അവൻ കണ്ട് വിശ്വസിച്ചു. ആദ്യം വന്നവനായ ശിഷ്യനും അപ്പോൾ കല്ലറയിലേക്ക് കടന്നു വന്നു. അവൻ കണ്ട് വിശ്വസിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യം തിരുവഴുത്തിൽ നിന്നും അതേവരെയും അവർ ഗ്രഹിച്ചിരുന്നില്ല. അതേവരെയും ഗ്രഹിച്ചിരുന്നില്ല. അവൻ പറഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. അവരെന്നല്ല പറഞ്ഞ അവർ. അപ്പം 10 ദിവസം അത് വിശ്വസിച്ചു എന്നാണ് എൻ്റെ അർത്ഥം.
അപ്പോൾ അച്ഛൻ എന്താ അബദ്ധം പറയണത്? വേദപുസ്തകം വായിച്ചു. വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളില്ലേ നമ്മുടെ സഭയെ പറ്റിയൊക്കെ ഉണ്ട്. അതിനകത്ത് പത്രോസ് എന്ന പാറമേൽ പണിതിരിക്കുന്ന സഭയാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ. അതിൻ്റെ അടുത്ത് വരാൻ ഒരു സഭയിൽ വെച്ചു. അച്ഛൻ ഇടയ്ക്ക് പറയാറില്ലേ, പരിശുദ്ധ പാത്രീസ് ഏത് നേരം മുടക്കാനേ നേരുള്ളൂ, മാർപ്പാപ്പ അങ്ങനെ ആരും മുടക്കില്ലല്ലോ. പാത്രീസ് സ്വഭാവം മുടക്കാതിരിക്കണ എങ്ങനെയാണ്? ശാൽമോസ് എഴുതി കൊടുക്കൂല, എത്ര പറ്റേട്ട. പരിശുദ്ധ പാത്രീസ് സ്വഭാവം പറയുന്ന അനുസരിക്കില്ല. പിന്നെ തോമാശ്ലീഹയുടെ സുഭാസൻ കുത്തിപ്പൊക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാത്രീസ് സ്വഭാവം മുടക്കാതിരിക്കണ എങ്ങനെയാണ്? ആരൊക്കെ ശൽമൂസ് എഴുതി കൊടുക്കാത്ത എന്നൊക്കെ ഞാൻ പറയണ്ട, അതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. AD 325 നിക്കാ സുന്നോദോസ്, തുടർന്ന് കുസ്തന്തീനോപ്പൊലി സുന്നോദോസ്, തുടർന്ന് എഫേസസ് സുന്നോദോസ്. ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാലോ അല്ലേ? ആ നിക്കാ സുന്നോദോസിൽ വെച്ച് പത്രോസിന്റെ സുഭാഷണം 4 ഭാവിച്ചതിൽ കിഴക്കൊക്കെയുടെയും അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ഭരണാധികാരം അന്ത്യോക്യ പാത്രീർഗീസിനാണെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അതിനെ ധിക്കരിച്ച് പോയാൽ പിന്നെ പാത്രീർഗീസ് എങ്ങനെ മുടക്കാതിരിക്കണേ? ഈ കിഴക്കൊക്കെയുടെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പെടും, അച്ഛനറിയാലോ. ഇപ്പോൾ അന്ത്യോക്യ പാത്രീർഗീസിന്റെ കീഴിലാണ് മലങ്കരയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭ. അച്ഛൻ ആ സഭയിൽ അംഗമായിരുന്നു. ആ സഭയെ വിട്ട് ഒരു സ്വതന്ത്ര സഭ ഉണ്ടാക്കാൻ നിക്കാ സുന്നോദോസ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പാത്രീർഗീസിന് ഇവിടെ മലങ്കരയിലെ സ്വത്തടിച്ചുകൊണ്ടാനല്ല. പലരുടെയും ധാരണ അങ്ങനെയാ. ശൽമോസ് എഴുതി കൊടുക്കാൻ പറഞ്ഞു, എഴുതി കൊടുത്തില്ല. വിധേയത്വം മലങ്കര സഭ മുഴുവൻ, ഇവിടുത്തെ പള്ളികളും സ്വത്തുക്കളും ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും പള്ളികളൊക്കെ അവിടെ എഴുതി കൊടുക്കണം. അങ്ങനെയൊന്നും പാത്രീർഗീസ് സഭ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ലാസ്റ്റ് പരിശുദ്ധ പാത്രീർഗീസ് സഭ വന്നപ്പോഴ്, എഴുന്നള്ളി വന്നപ്പോഴ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഗിഫ്റ്റുകളൊക്കെ മലയക്കുരിശിലെ അഭിമന്യനായ മോർ DS കുറുസ് തിരുമേനിയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരു പൈസ കൊണ്ടുപോയിട്ടില്ല. ആ തിരുമേനി വ്യക്തമായിട്ട് ഒരു തവണ പറയുകയും ചെയ്തത്. അച്ഛനത് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാത്രീർഗീസ് ഇവിടെ വന്ന് സ്വത്ത് സമ്പാദിക്കാവുന്നതല്ല, നിക്കാ സുന്നോദോസ് തീരുമാനപ്രകാരം അത് നടപ്പിലാക്കാൻ സത്യവിശ്വാസം അതിവിടെ വേരൂന്നാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വന്നത്. അച്ഛൻ തോമാശ്ലീയെ പറ്റി പറഞ്ഞല്ലോ. തോമാശ്ലീ ഒരിക്കലും പറഞ്ഞില്ല അവരോടുകൂടി മരിക്കേണ്ടതിന് നാമം പോകാമെന്ന്. എന്നിട്ട് മരിക്കുന്ന സമയത്ത് ആ കുരിശിൻ്റെ വീട്ടിൽ തോമാസിനെ കണ്ടില്ലല്ലോ. എല്ലാവരും ഓടിപ്പോയി. പത്രോസ് ഓടിപ്പോയി, തോമാസ് ഓടി, എല്ലാവരും ഓടി. യോഹന്നാൻ മാത്രം ഓടുന്നു. അവൻ ഓടിയതാന്നാ പറയണേ. അവൻ പേടിച്ചു, അവനെ പിടിച്ച് തൂക്കി കൊല്ലുമെന്ന് പേടിച്ചു. പക്ഷെ അവൻ ഓടിയപ്പോഴ് കന്യാമറിയാം അമ്മ അവിടെ നിന്ന് കരയുന്നത് അവൻ കാണുക. വിഷമിച്ച് കഷ്ടപ്പെട്ട് ഹൃദയം തകരുമാറ് അതിവേദനയിൽ അമ്മ കരയാണ്. മോൻ ക്രൂശ് തൂക്കി കിടക്കുന്നിട്ട് ഏതമ്മയ്ക്കാ സഹിക്കാൻ പറ്റണേ? ആ മുഖം കണ്ടിട്ട് അവൻ ഓടിയില്ലെന്നോ. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് മാറൂലെന്നോ. അങ്ങനെ യോഹന്നാൻ അവിടെ വന്നത്. അതൊരു ദൈവനിയോഗമായിരുന്നു. അതുകൊണ്ട് മകനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ യോഹന്നാനെ കന്യാസ്ത്രീ ഏൽപ്പിക്കുന്ന അതൊക്കെ നാം മനസ്സിലാക്കണോ വെച്ചു. 12 സിംഹാസനത്തിൻ്റെ കാര്യമൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അത് ഇനി വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഈ ലോകത്തിലല്ല, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി പിതാവിൻ്റെ മഹത്വത്തിൽ മാലാഖമാരോടുകൂടി എഴുന്നള്ളി വരുന്ന കർത്താവിനെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയാണ് ഈ സഭ. തേജസ്കരിക്കപ്പെട്ട ശരീരം, പിതാവിൻ്റെ മഹത്വം. ഒരിക്കലും അവന് ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല ചോ. അവൻ മധ്യാകാശത്തിൽ വെച്ച് മാലാഖമാരെ കൊണ്ട് ന്യായവിധി, മാലാഖമാരെ അയക്കും ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവരെ വേർതിരിക്കാൻ. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട് അവസാനം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 12 സിംഹാസനം ഉണ്ടാകുന്ന പറയുന്നത്. ന്യായവിധിയെല്ലാം പുത്രൻ തമ്പുരാൻ ലഭിച്ചിരിക്കുന്നത് യോഹന്നാൻ 5:20 പറയുന്നുണ്ട്. പുത്രൻ തമ്പുരാൻ മാലാഖമാരെ ഏൽപ്പിക്കുകയാണ്.
അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒരു 12 സിംഹാസനം ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഈ ലോകത്തിലല്ലാണ്ടത് അതച്ഛൻ ചിന്തിക്കണം. ഈ ലോകത്തിൽ പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ വെച്ചു. ഈ മറ്റൊരു കാര്യം ചെയ്തിട്ട് ഈ 12 പേരും, പത്രോസ് ഉൾപ്പെടെ 12 ശിഷ്യന്മാരും കർത്താവിൻ്റെ അന്തിമ ന്യായവിധിയിൽ അവരും ഈ ന്യായവിധിക്ക് യോഗ്യരാകേണ്ടതല്ലേ? അവരിൽ വന്നിരിക്കുന്ന തെറ്റുകൾ കർത്താവ് കണ്ടുപിടിക്കില്ലേ? പിന്നെ അച്ഛൻ പറഞ്ഞു, നമ്മൾ വായിക്കാല്ലേ, വീടിൻ ഭരണശീമനം അച്ഛൻ പാടിയിട്ടുള്ളതല്ലേ ഇത്? സുവിശേഷ യോഹന്നാന് കല്യാണം കെട്ടിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ പാടുന്ന, അച്ഛനെ കെട്ടിച്ചപ്പോഴും അച്ഛൻ കെട്ടിച്ചപ്പോഴും ഇത് എത്ര പ്രാവശ്യം പാടിയിട്ട് വെച്ചു? വീടിൻ ഭരണം ശീമോന്, സുവിശേഷം യോഹന്നാന്. ഇതിന് കുഞ്ഞാടുകളെ മേയ്ക്കുക, പള്ളാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, പള്ളാടുകളെ മേയ്ക്കുക. ഈ അധികാരം പത്രോസിൻ്റെ കൊടുത്ത് വേറെ ഒരു ശിഷ്യന് കൊടുത്തില്ലോ. പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് മാറ്റി നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവരിൽ അധികമായി ഈ 11 പേര് സ്നേഹിക്കുന്ന പോലെയല്ല, ഈ 10 പേര് സ്നേഹിക്കുന്ന പോലെയല്ല. കർത്താവേ, അത് നിനക്കറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 11 പേരിൽ അധികമായിട്ട്, തോമായിലും അധികമായിട്ട് കർത്താവിനെ സ്നേഹിച്ച പത്രോസിന് അദൃശ്യ തലവനായിട്ട് അധികാരം കൊടുത്തു കർത്താവ്. അതില്ലാതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ ഈ തോമാശ്ലീഹ കണ്ടു വിശ്വസിച്ചെന്ന് വിചാരിച്ച് പത്രോസിന് വലിയ പ്രാമാണിത്വമൊന്നുമില്ല. എല്ലാവർക്കും അധികാരം ഒരുപോലെയാണെന്ന് വെച്ചാൽ പറഞ്ഞു. അച്ഛോ, തോമാശ്ലീഹയ്ക്ക് പത്രോസിന് കൊടുത്ത അധികാരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തോമാശ്ലീഹ ഇവിടെ ഒരു മെത്രാനെ വായിച്ചില്ല? അതിനച്ഛൻ മറുപടി പറയുമോ? കാരണം അച്ഛനേക്കാൾ കൂടുതലായിട്ട് തോമാശ്ലീഹയ്ക്ക് അറിയാം മെത്രാനെ വാഴിക്കാനുള്ള അധികാരം പത്രോസിന് മാത്രമേ ഉള്ളൂ. പത്രോസ് AD 37 അന്ത്യോക്യയിൽ സ്ഥാപിച്ച സിംഹാസനത്തിൽ നിന്ന് മാത്രമേ അപ്പോസ്തോലിക ശ്ലൈംഗിക പാരമ്പര്യം, പൗരോഹിത്യ പാരമ്പര്യം ഗമിക്കുകയുള്ളൂ, നിർഗമിക്കുകയുള്ളൂ എന്ന് തോമാശ്ലീഹയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു വെച്ചു. അതുകൊണ്ടത്തെ ഇവിടെ ഒരു മെത്രാപ്പൊലീത്ത വായിച്ചിട്ടില്ല. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവിടെ വേണ്ട. എഡേസായിൽ അദ്ദേഹത്തിന് ഈ കേരളത്തെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം മെത്രാനെ വായിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് വായിച്ചിട്ടില്ല, ചരിത്രമില്ല. പിന്നെ ചിലർ അവിടെ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറയട്ടെ, അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമായ കാര്യങ്ങളല്ല. അപ്പോൾ സിംഹാസനം ആർക്ക് മാത്രമേ ഉള്ളൂ? പത്രോസിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഭാഗ്യം തോമാസിലേക്ക് കിട്ടിയിട്ടോ. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ഒരു മുറിവുകൾ കാണാൻ പാടില്ല, ഉണ്ടാവില്ല. നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവും ഉണ്ടാവില്ല, ഒരു രോഗവും ഉണ്ടാവില്ല, ഒരു അംഗവൈകല്യവും ഉണ്ടാവില്ല. ഇവിടെ കാലില്ലാത്തവർ അവിടെ കാലുണ്ട്, ഇവിടെ കണ്ണില്ലാത്തവർ അവിടെ കണ്ണുണ്ട്. ഒരു അംഗവൈകല്യമോ ഒരു വൈകൃതമോ ഒരു ഡിഫക്റ്റോ ഇല്ലാതെയാണ് മനുഷ്യ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത്. അതാണ് തേജസ്കരണം. കർത്താവ് തേജസ്കരിക്കപ്പെട്ടെങ്കിലും ഈ 5 തിരുമുറിവുകൾ അവൻ ശരീരത്തിൽ സൂക്ഷിച്ചു. അവൻ ദൈവമല്ലേ, അവനൊന്നും സാധ്യമല്ല. അതെന്തിനാ? പിതാവാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥതയായിരിക്കാൻ. അയ്യോ, ലോകാവസാനം ഇപ്പം നടത്തല്ലേ, നീട്ടിക്കൊണ്ടു പോകണേ കർത്താവ്, എൻ്റെ മക്കൾ മാനസാന്തരപ്പെടും, അവർക്കൊരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞ്, ഞാൻ ക്രൂശിൽ ബലിയർപ്പിച്ചതിന് നീ ഓർക്കണമെന്ന് പറഞ്ഞ് ഈ ആണിപ്പാടുകൾ കാണിച്ച് പിതാവിനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആണിപ്പാടുള്ള രക്തമൊന്നുമില്ല, രക്തബലി കഴിഞ്ഞു. രക്തമൊക്കെ കാൽവരിയിൽ ഊറ്റിക്കൊടുത്തു അവൻ. രക്തബലി കഴിഞ്ഞു. ഒരിടയ്ക്കിന് ആണിപ്പാടുകൾ ഉണ്ടായത് തോമാശ്ലീഹയുടെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് അവൻ അതിൻ്റെ കർത്താവിൻ്റെ ആ ആണിപ്പാടുകളിൽ കൈയിടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അത് സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അബ്ദുള്ള പാത്രിയാർ കേസിന് ആർക്കും ഇഷ്ടമല്ലേ? പിന്നെ എന്തിനാ ഈ വട്ടശ്ശേരി തിരുമേനി അങ്ങോട്ട് വിട്ടത്? അതാ അച്ഛൻ്റെ കമൻറ്റിൽ, അച്ഛൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ ഒരാളിട്ടിരുന്നു, അതിന് ആ പേര് ഞാൻ മറന്നുപോയി. നല്ല ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വട്ടശ്ശേരി തിരുമേനീനെ ഇഷ്ടമല്ലേ, അബ്ദുള്ള പാത്രിയാർ കേസിന് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ
ഈ വട്ടശ്ശേരി തിരുമേനിയെ അങ്ങോട്ട് വിട്ടത് പട്ടയക്കാനായിട്ട്. പട്ടയത്തിന് ചിലപ്പോൾ ശൽബൂസം കൊടുക്കില്ല, മലങ്കത്രാപലിത്തായിട്ട് താഴെ വിട്ടു. പരിശുദ്ധ പാത്രാർക്കീയ സ്വഭാവം അംഗീകരിക്കാതെ ഒരാൾക്ക് ഇവിടെ മലങ്കര മെത്രാപ്പൊലീത്താകാൻ പറ്റില്ല. പാത്രാർക്കീയസിൻ്റെ അധികാരങ്ങളൊക്കെ ഹരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്താലൊന്നും സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ അംഗമാകില്ല. സ്വതന്ത്ര സഭ ഉണ്ടാകാനും കുഴപ്പമൊന്നുമില്ല. 1910 പരിശുദ്ധ അബ്ദുള്ള പാത്രാർക്കീസ് ബാവ എഴുന്നള്ളിയ വന്നാണ് അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് ആലുവയിലെ വലിയ തിരുമേനിയെ വാഴിച്ചു, മെത്രാപ്പൊലീത്തയായിട്ട് വാഴിച്ചു. പരിശുദ്ധരാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അച്ഛനറിയാവുന്ന കാര്യങ്ങളല്ലേ. മറ്റു കാര്യങ്ങളെടുത്ത് ഞാൻ കിടക്കാനില്ല. 64 മെയ് മാസത്തിൽ ഔഗേൻ കാതോലിക്ക ബാവയ്ക്ക് പട്ടം കൊടുത്തപ്പോൾ നാം നിങ്ങളെ സ്വീകരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി വെച്ചോ പരിശുദ്ധ പാത്രികീസ് ബാവ. അതുള്ള എല്ലാം മുടക്കം തീർന്നു. പ്രത്യേക കർമ്മം വേണമെന്നില്ല. സഭയുടെ തലവൻ ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, വേറെ അവിടെ ഒരു കർമ്മം വേണ്ട. ഇവിടുന്ന് വന്ന മെത്രാപ്പൊലീത്തന്മാർക്ക് നിങ്ങൾ എന്ത് പട്ടം കൊടുത്തേ? പിന്നെ പരിശുദ്ധ പാത്രാർക്കീസ് ബാവയുടെ കൈ തലയിൽ വെച്ച ആ തലയിൽ വേറെ ഒരു കൈ വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. നിങ്ങൾക്കത് അറിയാം, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്തൂല, വേറെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ മുടക്ക് ചീറിപ്പോയി. ബാവ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഈ 64 മെയ് മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന ഔഗേൻ കാതോലിക്കയെ വാഴിക്കുമ്പോൾ അച്ഛനെ പോലെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അച്ഛനെന്ന ഷമ്മാശനായിരുന്നു. അതൊക്കെ ശരിയാണ്, ഞാനും ഇത് കണ്ടതാണ്. അന്ന് എനിക്ക് 20 വയസ്സേ പ്രായമുള്ളൂ. പരിശുദ്ധ യാക്കോബ് തൃതീയൻ മാത്രീസ് ബാവയുടെ മുമ്പിലെ ഒരു വെള്ളക്കുപ്പായം മാത്രം ഇട്ട് മുട്ടുകുത്തിയുന്ന ഔഗേനെ ഞാൻ ഓർക്കുകയാണ്. എല്ലാ പട്ടവും കൊടുത്ത് നാം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞു. അന്ന് ഔഗേൻ കാതോലിക്ക ബാവ ചെയ്തൊരു പ്രസംഗം ഇന്നും അച്ഛൻ്റെ മനസ്സിലുണ്ടാവും. വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ ചെവിയോട്ട് കേട്ടത്, പലരും കേട്ടത്. വാഴ നനയുമ്പോൾ ചീരയും നനയും. ചീരയ്ക്ക് വേറെ വെള്ളം വേണ്ടാത്, വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ, വാഴയുള്ള പ്രധാന ചെടി, അതിന് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് നിന്ന് ചീരയും നനയും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ തലവൻ പരിശുദ്ധ പാത്രീകീസ് ആണെന്നല്ലേ. അതൊക്കെ മറന്ന് സംസാരിക്കരുത് വെച്ചു. ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ കോടതികളെ അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. കോടതിയിൽ എല്ലാവരും അംഗീകരിക്കട്ടെ, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരനാണ്, ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ അംഗീകരിച്ച് നിങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഞങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ. തോമാസ് ശ്ലീഹായുടെ സിംഹാസനം ആലങ്കാരികമാണ് എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ലെറ്റർ ഹെഡിൽ എഴുതുന്നില്ല? അത് അച്ഛൻ പറഞ്ഞ് എഴുതിക്കോ. പരിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ ആലങ്കാരിക സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കാതോലിക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാസവും ശരിയാവും. അതെന്തെഴുതാതെ? കോടതി പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. തുർക്കിയിലെ സുൽത്താൻ ഫർമാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അത് പിൻവലിച്ചു. സെനറ്റ് കൂടി തീരുമാനം വേറെ എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടുത്തെ കോടതി അംഗീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട്? തുർക്കിയിലെ സുൽത്താൻ ഫർമാൻ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കാത്ത എന്താ? അത് അംഗീകരിക്കില്ല. സഭ കൊണ്ടുവന്ന തീരുമാനം, സഭ കൊണ്ടുവന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇരട്ടത്താപ്പ് ശരിയല്ല അച്ഛൻ, അതിലും കാര്യമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് അലക്സാണ്ട്രിയയിൽ നിന്ന് അന്ത്യോക്യയ്ക്ക് കിട്ടി നമ്മുടെ ലിറ്ററേച്ചറും പാരമ്പര്യമൊക്കെ. അത് അന്ത്യോക്യയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പം അന്ത്യോക്യയിൽ നിന്നൊന്നും ഇല്ലാത്ത അച്ഛൻ പറയുന്നു. ഒക്കെ അലക്സാണ്ട്രിയയിൽ നിന്ന് കിട്ടിയതാണെന്ന്. അന്ത്യോക്യയ്ക്ക് കിട്ടി, അന്ത്യോക്യയിൽ നിന്ന് നമുക്ക് കിട്ടി. ആ പറയണതിൽ എന്താ അർത്ഥമുള്ള വെച്ചു? നമ്മൾ കള്ളം പറയുന്ന ഒരു പരിചയമൊക്കെയല്ലേ. അന്ത്യോക്യയിലെ പാത്രീസായിരുന്ന പരിശുദ്ധ സേവേറിയോസ് പിതാവിൽ നിന്ന് കിട്ടിയ ആ മാനീസം അല്ലേ എപ്പോഴും വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ചൊല്ലുന്നത്. ഞാനും അച്ഛനും ചൊല്ലുന്നത് തന്നെയല്ലേ.
അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് എഴുതിയതല്ലേ. തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാമോദീസ ക്രമം AD 6-ാം നൂറ്റാണ്ടിൽ ഈ സേവേറിയോസ് പിതാവ് എഴുതിയുണ്ടാക്കിയതാ. ഭാരപ്രായ പരിശുദ്ധൻ കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പ്രധാനമായ എല്ലാ ഭാഗങ്ങളും ഈ സേവേറിയോസ് പിതാവ് എഴുതിയുണ്ടാക്കിയതാണ്. അതൊന്നും അച്ഛൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ മോർ ഇഗ്നാത്യസ് മോറോനോ, ഇന്ന് നമ്മളൊക്കെ ചൊല്ലുന്ന കൗമ രൂപീകരിച്ചതാരാ ദൈവമേ നീ പരിശുദ്ധനെന്നുള്ള കൗമ രൂപീകരിച്ചതാരാ? അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസാണോ? ആ കൗമ എന്നൊരു ദിവസം എത്ര പ്രാവശ്യം ചെല്ലണം? ഒരു മെത്രാപ്പൊലീത്തയിലെങ്കിൽ സഭ ഇല്ലെന്ന് പറഞ്ഞ ആരാ? ഈ ഇഗ്നാത്യസ് മോറോനയാണ്. അദ്ദേഹം അപ്പോസ്തലന്മാരുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ആളാ. അങ്ങേര് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ലേ? പിന്നെ മോറെ സഹാക്ക് സുറിയാനി സഭയിലെ വെള്ളി നക്ഷത്രമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന ഈ മോറെ സഹാക്കെ ഞാൻ ചിലത് മാത്രം സൂചിപ്പിച്ചിട്ട് വന്നുള്ളൂ, ഇവരൊക്കെ മറന്നു പറയരുത്. അലക്സാണ്ട്രിയയിലെ മർക്കോസിന് അന്ത്യോക്യ പാത്രിയാർക്കീസ പട്ടം കൊടുത്ത് വിട്ടത്. ഈ അന്ത്യോക്യ അലക്സാണ്ട്രിയയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രിയാർക്കീസിനെ വായിച്ചിട്ടുണ്ട്. ഇവിടെ മെത്രാനില്ലാണ്ട് വരുമ്പോൾ അവിടുന്ന് മെത്രാനെ അയച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ഛനൊരു കാര്യം അറിയാമോ? നിക്യ മുതലായ സുന്നോദോസിലെ ആ 3 സുന്നോദോസിലെ തീരുമാനപ്രകാരം അന്ത്യോക്യ, അലക്സാണ്ട്രിയ, അർമേനിയ ഈ 3 സിറിയൻ ഓർത്തഡോക്സ് സഭകൾ കൂടിയതാണ് ഏകസഭ എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ. അർമേനിയൻ സഭ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വെള്ളം ചേർക്കാത്ത വീഞ്ഞും പുളിപ്പില്ലാത്ത അപ്പമൊക്കെ കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. അത് ഈ സുന്നോദോസ് തീരുമാനങ്ങൾക്കൊക്കെ ശേഷം പിന്നെ ഉണ്ടായതാണ്. ഞാൻ അവരെ വിട് പോട്ടെ. അന്ത്യോക്യ, അലക്സാണ്ട്രിയ അത് അന്ന് ഇന്ന് ഒരുമിച്ച് നിൽക്കുന്ന സത്യവിശ്വാസ സഭകളാണ്. അർമേനിയയും ഉൾപ്പെടെയാണ് അന്ന് ഏകസഭ എന്ന വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയത്. ആ വിശ്വാസ പ്രമാണമാണ് ഞാനും അച്ഛനും എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വതന്ത്ര സഭയാണെങ്കിൽ വേറെ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. കുർബാനയുടെ ക്രമം എഴുതി ഉണ്ടാക്കുക, തക്സ എഴുതി ഉണ്ടാക്കുക, ആ കാതോലിക്കാത്തുള്ള പേര് മാറ്റിയിട്ട് പാത്രിയാർക്കീസാക്കിയിട്ട് തല പരിശുദ്ധനെന്ന് പറയുന്നുള്ള അർത്ഥമുള്ളൂ. പരിശുദ്ധ മാർപ്പാപ്പാന്നോ പാത്രിയാർക്കീസെന്നോ പോപ്പെന്നോ ഏതെങ്കിലും സ്വീകരിക്കും. എന്നുമില്ലാതെ ഒരു സ്വതന്ത്ര സഭയാണെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടനയെ പറ്റി അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലോസൊക്കെ എഴുതിയേക്കണം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയാർക്കീസ് ആകുന്നു എഴുതിയത്. ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞ ഒരു സുറിയാനി സഭയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ചതാണെന്ന് ഞാൻ കേട്ടുള്ളത്. സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവനാണ് അന്ത്യോക്യ പാത്രിയാർക്കീസ്. അതിൻ്റെ ഒരു പാർട്ടാണ് മലങ്കരയിലുള്ള സിറിയൻ ഓർത്തഡോക്സ് സഭ. അല്ലാണ്ട് ഓർത്തഡോക്സ് സഭ എന്ന് മാത്രമായിട്ട് ഒരു സഭയെ ഞങ്ങളാരും കേട്ടിട്ടില്ല. പിന്നെ അച്ഛൻ രണ്ടാമത് പറഞ്ഞു തോമാസ് ലീഗായിൽ സ്ഥാപിതമാണ് കോട്ടെ. പിന്നെ പറഞ്ഞ ക്ലോസ് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്ക ആയിരിക്കുന്നതാവുന്നതെന്നാണ്. ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ ഏതാ ചോദിക്കും? നിങ്ങൾ അംഗീകരിക്കുന്ന പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ ഏതാ? അച്ഛൻ പറ. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയാണോ? അവർ ബൈസന്റൈൻ സഭകളാണ്. കർത്താവിൽ 2 സ്വഭാവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? സംശയമുണ്ട്. അതായത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയാണോ റഷ്യൻ ഓർത്തഡോക്സ് സഭയാണോ ഏത് സഭയെന്ന് അറിയാൻ പാടില്ല. അവരൊക്കെ ഈസ്റ്റേണിൽ പെടൂലെങ്കിലും
ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ചെന്ന് അവിടുത്തെ അഭിനയിക്കേട്ടുണ്ട്, അവിടെ ധൂപം വയ്ക്കേണ്ടി വന്നില്ലേ? അവരുടെ അമ്മിനെയൊക്കെ ഇടാതെ ധൂപം വയ്ക്കാൻ പറ്റുക? അവർ സമ്മതിച്ചില്ലേ? വേണ്ടാന്ന് വയ്ക്കണം. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ചെന്ന് അവരുടെ ബിംബങ്ങളെ നമ്മളോട് തൊഴുവാൻ പറഞ്ഞ് നമ്മൾ തൊഴുവോ? തൊഴൂല. ഇതൊക്കെ ആരോട് പറയാൻ വെച്ചു? പിന്നെ നിങ്ങൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളാണ് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലായി. പക്ഷെ നടക്കൂലത്. നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളല്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെ അംഗമാകണമെങ്കിൽ എന്തു വേണം? നിക്യ, കുസ്തന്തിനോപ്പോലിസ്, എഫേസുസ്, ഈ 3 പൊതു സുന്നോദോസുകളിലെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നവരായിരിക്കണം. അന്ത്യോക്യയുടെ കിഴക്കൊടിയും പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ വാണലിരുന്ന പരിശുദ്ധ പത്രിക സ്വഭാവയ്ക്കാണ് അധികാരമെന്ന് നിക്യ സുന്നോദോസ് തീരുമാനിച്ചെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വഴുതിപ്പോയി. നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളല്ല. പിന്നെ ഏത് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയാച്ചു നിങ്ങളുടെ കീഴിലുള്ളത്? പിന്നെ അച്ഛൻ ക്ലാസ് വിഭജിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. 7 അച്ഛൻ പറഞ്ഞ 7 ഏതെടുക്കുക? എയും ബിയും തിരിച്ചു കൊടുത്തു. ഒരാൾ ബിയിലെ ക്ലാസ് ടീച്ചർ, ഒരാൾ എയിലെ ക്ലാസ് ടീച്ചർ. എയിലെ ക്ലാസ് ടീച്ചറുടെ അറ്റൻഡൻസ് പുസ്തകത്തിൽ ബിയിലെ ക്ലാസ് ടീച്ചർ ഇന്ന ആളാണെന്ന് എഴുതുന്ന വല്ല കാര്യമുണ്ടോ? ഞാൻ 36 കൊല്ലം സ്കൂളിൽ പഠിപ്പിച്ചു, ഞങ്ങളിതുവരെ എഴുതിയിട്ടില്ല. ബിയിലെ ക്ലാസ് ടീച്ചറുടെ കാര്യം എയിലെ ക്ലാസ് ടീച്ചർ എഴുതേണ്ട കാര്യം ബിയിലെ ഒരു കാര്യം ഇവിടെ എഴുതണ്ട. ബിയിലെ ക്ലാസ് ടീച്ചർ ബിയിലെ കാര്യം എഴുതും, എയിലെ ക്ലാസ് ടീച്ചർ എയിലെ കാര്യം എഴുതും. പിന്നെ അച്ഛൻ പറഞ്ഞു ഡിവിഷനാണോ? അത് സമ്മതിക്കണം. ക്ലാസ് ഒന്നാണോ? ഞാൻ വേറെ കാര്യം പറയാം. അച്ഛൻ വേറെ കാര്യം പറഞ്ഞില്ല, അതുകൊണ്ടാ പറയുന്നത്. എന്താ പറഞ്ഞത്? നമ്മൾ രണ്ടും ഒരു കുടുംബത്തിലെ അംഗമല്ലേ? ഒരു കുടുംബമല്ലേ ഇത്? ഏതാ? സ്ത്രീൻ ഓർത്തഡോക്സുകാരും മെത്രാൻ കക്ഷിക്കാരും. ഓർത്തഡോക്സ് സഭ എന്ന് പറയാൻ പറ്റില്ല, മെത്രാൻ കക്ഷിക്കാരും ഒരു കുടുംബമല്ലേ? ഇത് എങ്ങനെയാണ് കുടുംബം ആലോചിച്ചു? ഞങ്ങളുടെ തലവൻ പരിശുദ്ധനായ പത്രിയർക്കീസ് ബാവ, നിങ്ങളുടെ തലവൻ പരിശുദ്ധനായ കാതോലിക്ക ബാവ എന്ന് നിങ്ങൾ പറയും. അപ്പോൾ എങ്ങനെ ഒരു കുടുംബത്തിലാക്കാണ്? രണ്ടും 2 കുടുംബം വെച്ചു. അപ്പോൾ ഒരിക്കലും യോജിപ്പുണ്ടാവില്ല. അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. നമ്മൾ രണ്ടുപേരും 2 സഭയിലെ 2 കുടുംബങ്ങളിൽ അംഗമാണ്, ഒരു കുടുംബത്തിലെ അംഗമല്ല. അച്ഛൻ പറഞ്ഞില്ലേ എനിക്ക് 2 മക്കളുണ്ട്, ചേട്ടനും അനിയനും. അവർ 2 പേർക്ക് വീടുകളായി, അവർ 2 പേരും അവരുടെ കാര്യം നോക്കണം. അതൊക്കെ ശരിയാണ്. അനിയൻ ചേട്ടനെ വിളിച്ചാൽ ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെല്ലാം, അത് ശരിയാ. പക്ഷെ ഞങ്ങളുടെ സഭയിൽ അങ്ങനെയല്ല. ഞങ്ങൾ പരിശുദ്ധ പത്രിക ബാവേനെ വിളിച്ചില്ലെങ്കിലും ക്ഷണിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ വരാം. പരിശുദ്ധ പത്രിക സ്വഭാവം ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും അനുവാദം മേടിച്ചിട്ടേ പോകുള്ളൂ. നീ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളവിടെ ചെല്ലുന്നത് പത്രിക സ്വഭാവയ്ക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ക്ഷണിച്ചില്ലെങ്കിലും അപ്പന് വരാനുള്ള അധികാരമില്ലാത്ത ഒരു സഭയാണ് നിങ്ങളുടെയെങ്കിൽ അത് എന്തൊരു സഭയാച്ചു? അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് പാത്രിയർക്കീസ് ആകാൻ പറ്റുമോ? അത് ശരിയാ. മലങ്കരയിലെ ആളുകൾക്ക് മെത്രാന്മാർക്ക് പാത്രിയർക്കീസ് ആകാൻ പറ്റില്ല. അത് ആ സുന്നോദോസ് തിരുവച്ചൊരു കാര്യം. ഞങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾക്ക് അധികാരം വേണ്ട. ഇവിടെയുള്ള മെത്രാന്മാരെ അധികാരത്തിന് വേണ്ടിയിട്ടോ പാത്രിയർക്കീസ് ഭാവം ആവാനൊന്നുമല്ല മെത്രാന്മാരെ വെക്കണത്. സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾക്ക് ഒരു അധികാരവും വേണ്ട. സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അച്ഛൻ്റെ പരിചയം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേക്കാം. ഞാൻ ആ ബെമ്പിളിയിലെ മേലേത്ത് കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഫാദറിലാക്കി അച്ഛന് എന്ത് ഇഷ്ടമായിരുന്നു അറിയാം. അച്ഛൻ കശിഷായ സമയത്ത് അച്ഛൻ്റെ സ്വരമാധുരി, നല്ല പ്രസംഗം, നല്ല കുർബാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങളത് പ്രകീർത്തിക്കുകയും ചെയ്യുമായിരുന്നു. ആ സ്വരമാധുരിയൊക്കെ കഥാപ്രസംഗത്തിൽ കൊണ്ടുപോയി കളഞ്ഞു വെച്ചു എന്താ എനിക്ക് തോന്നുന്നത്. പിന്നെ അച്ഛന് കുർബാനയിൽ ഇത്ര ധിക്കരിക്കുന്ന ഒരു സഭയിലെന്നൊക്കെ പറഞ്ഞില്ലേ. അച്ഛൻ്റെ സഭയിലെ 2-3 അച്ഛന്മാർ കുർബാനയെ പറ്റി ക്ലാസ് എടുത്തത് ഞാൻ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മറുപടി പറഞ്ഞ് അച്ഛന്മാരെ കളിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛനത് കേട്ടാൽ അച്ഛനറിയാം ഏത് സഭയാണ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞാലത് മോശമാണ്, മറ്റുള്ളവർക്കും മോശമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞു
വഴിയെ പോയവരൊക്കെ പിടിച്ച് പട്ടം കൊടുത്തു. ശരിയാച്ചു, അതിന് പ്രത്യേക സന്ദർഭത്തിൽ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരെയും മാത്രമേ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അന്ന് പട്ടം കൊടുത്തുള്ളൂ. അച്ഛന് വഴി പോയപ്പോഴല്ലേ പിടിച്ച് പട്ടം തന്നെ. അച്ഛനെ ഏത് സെമിനാരിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞേ? ഷമ്മാശനാകണതിന് മുമ്പ് ഏത് സെമിനാരി പഠിച്ചു അച്ഛൻ? ഞങ്ങളെയൊക്കെ കളിയാക്കുന്നതിന് ഒരു പരിധിയിൽ വെച്ചു. ഏത് സെമിനാരിയിൽ അച്ഛൻ പഠിച്ചതെന്ന് പറഞ്ഞു? സഭ യോജിച്ചതിന് ശേഷം അച്ഛൻ തന്നെ പറഞ്ഞു ഞാനിപ്പോൾ അവരുടെ സെമിനാരി പഠിക്കാൻ പോയി. ഇന്ന് യാക്കോബസഭയ്ക്ക് അന്നുമില്ല ഇന്നുമില്ല. ഇന്ന് നമുക്ക് നല്ല ഒരു സെമിനാരി ഉണ്ട്. അച്ഛനൊന്ന് വന്ന് നോക്ക്. കുർബാനയെ പറ്റി അവിടെ പഠിപ്പിക്കണോ ഇവിടെ പഠിപ്പിക്കണമെന്ന് നോക്ക്. അഭ്യുദനായ ഡോക്ടർ കുര്യാക്കോസ് മാർത്തോമാ പൗലോസിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സെമിനാരിയില്ലാന്നൊക്കെ പറഞ്ഞു അച്ഛൻ കളിയാക്കരുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒത്തിരിയായി. ഇപ്പോൾ വേദോത്സവമൊക്കെ ശരിക്കും പഠിക്കുക. ഇത്രയും അച്ഛൻ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വാച്ചു. സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വാ. അച്ഛൻ തന്നെ പറയല്ലേ, തെറ്റുകളും കുറ്റങ്ങളും അങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊരു സഭയുടെ വളർച്ചയ്ക്കും വികസനത്തിനും തടസ്സമായിരുന്നു അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഏതാ ശരിയായ സഭയുടെ തലവൻ? കർത്താവ് ഉദ്ദേശിച്ച സഭയുടെ ദൃശ്യതലവൻ ആരാണ്? പാത്രിയർക്കീസാണോ കാതോലിക്കയാണെന്ന് അച്ഛൻ ചിന്തിച്ചിട്ട് സത്യസഭയിലേക്ക് തിരിച്ചു പോവാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.